പറഞ്ഞാൽ മതി. പറഞ്ഞോ. ബൈബിൾ പ്രോത്സാഹനം കൈ എല്ലാവരും കൈയടി. ഫുഡ് റെഡി ആവുമ്പോഴും നമ്മളെ മീറ്റിങ്ങിന് വിളിക്കാനും ഉപയോഗിക്കുന്ന ബെൽ. പണ്ട് പുറമോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാർട്ടിൻ തന്റെ പഴയ ഓർമ്മകളൊക്കെ വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതാ അടുത്ത പന്തിൽ ഇതാ മാർട്ടിൻ തന്റെ അത്ഭുതമായി അടിയടിച്ചു. പക്ഷെ അതും മുന്നോട്ട് പോയില്ല. തിരിച്ചത് വീണ്ടും സ്കോർ നേടാൻ നമ്മുടെ ഈ കൂടി വരവ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു സ്ഥലത്തെ എക്സ്പീരിയൻസും ഈ വട്ടത്തെ ഇതുവരെയുള്ള എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഡെയിലി ഫുള്ള് ഇവിടെ ഉണ്ട്. രാവിലെ തൊട്ട് വന്നു. ഇവിടെ ആൾക്കാർ എണീക്കുന്നതിന് മുമ്പ് നിങ്ങളിവിടെ വന്നു. ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചില്ല. കാരണം ഞങ്ങൾ നാട്ടിലായിരുന്നു. ഒത്തിരി പാട്ടുകൾ കേൾക്കാനായിട്ട് സാധിച്ചു. ഈ വട്ടം ഇച്ചിരി ഹൈലൈറ്റ് ആയിരുന്നു. നമ്മുടെ സൗരന്മാരെല്ലാവരും കൂടെ ഒരു കൊയർ പോലെ. അതെ, അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചർച്ചിലൊക്കെ ഇരിക്കുന്ന ഒരു പ്രതീതി നമുക്കുണ്ടായിരുന്നു. എല്ലാവരും കാണാൻ ഭയങ്കര നമുക്ക് ചർച്ചിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു എന്നാ പറയുക സന്തോഷം. പാട്ടുപുസ്തകത്തിലെ പാട്ടുകൾ മാത്രമായിരുന്നു നമ്മളെടുത്ത് പാടിയതും. അതുപോലെ അപ്പച്ചൻ ദൈവത്തിൽ നിന്ന് സംസാരിച്ചു. അത് കേട്ടപ്പോൾ ഒന്നും കൂടി നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലെ ശിഷ്യത്വത്തെക്കുറിച്ച് ഒന്നും കൂടി നമുക്കൊന്ന് എല്ലാവരും റിഫ്രഷ് അല്ലേ, നമ്മളെ മറന്നുപോയ പല കാര്യങ്ങളും ഒന്നും കൂടി നമുക്ക് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ഭംഗിയായി കാലാവസ്ഥ എല്ലാം അനുകൂലമാക്കി തന്നു. എല്ലാം നന്നായിരുന്നു. ഓക്കെ, സന്തോഷമായി. താങ്ക് യു. ഞാൻ അൺഎക്സ്പെക്റ്റഡ്ലി വന്നതാണ്. അതെ അതെ അതെ, ഒത്തിരി നല്ലതായിരുന്നു. നന്നായിട്ട് എൻഗേജ് ചെയ്തു. എനിക്കൊരു ചെറിയ സജഷൻ വേണേ, ഇത് ഫാമിലി ഒക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു ഫാമിലി പ്രോഗ്രാം പോലെ ഒരു കുടുംബമായിട്ട് ഞങ്ങൾക്ക് ദുബായിൽ അങ്ങനെ ഫാമിലി എല്ലാം കൂടെ ഒരു ഫാമിലിയിൽ എല്ലാവരും കൂടെ അല്ല 2 ഫാമിലി കൂടി ഒരു പാട്ടോ സ്കിറ്റോ എന്തെങ്കിലും വേറെ ഇപ്പം അതൊരു ഭയങ്കര സന്തോഷം. നമുക്ക് ആ ഒരു ചർച്ചയിൽ കിട്ടുന്ന ആ ഒരു സെയിം ഫീല് ഇത് എൻ്റെ ചർച്ച എന്നുള്ളൊരു ഉണ്ടല്ലോ. വളരെ സന്തോഷമായി. അത് ഭയങ്കര അതെനിക്ക് ദൈവം തന്നൊരു ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ പറയാം. എൻ്റെ ഹസ്ബൻഡോട് അച്ഛനോട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഞാൻ വിട്ടിവിടെ വന്ന് നമുക്കുണ്ടല്ലോ. അപ്പം ആ ഒരു കിട്ടിയ ആ ഒരു കോമഡി ആയിരുന്നു. നമ്മൾ ദൈവമക്കളാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് വേണ്ടത്. കാരണം പല സമയത്ത് നമുക്ക് കിട്ടാതെ പോകുന്നത് അത് തന്നെയാണ്. ഞങ്ങൾക്കറിയാം, ആദ്യമായിട്ടല്ല അയർലൻഡിൽ വരുന്നത്. എങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പിന് കൂടുന്നത് അയർലൻഡിൽ. ഇത് രണ്ടാമത്തെ ക്യാമ്പ് ഇവിടെ അയർലൻഡിൽ തന്നെ. ഇത് നല്ലതാ. കാരണം പലയിടത്ത് കിടക്കുന്ന നമ്മളെ കൊണ്ടൊന്ന് ഒരുമിച്ച് വരുന്ന ആ കൂട്ടായ്മയുണ്ടല്ലോ, ഫെലോഷിപ്പ്, അത് നമ്മളെ കൂടുതൽ സ്നേഹത്തിലേക്ക് നയിക്കും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു വിഷയം.
പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കളിക്കാനാണെങ്കിലും അവർക്ക് സമയം ചെലവഴിക്കാനാണെങ്കിലും ഏറ്റവും അവര് വാസ്തവത്തിൽ എൻജോയ് ചെയ്തു. സൗകര്യപ്രദമായ ഒരു പരിസരമാണ് ഇവിടെ. ഇനിയും നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വീടിനകത്ത് കയറി മെയിൻ ഡോർ അടച്ചാൽ പിന്നെ അവർ അതിനകത്ത് കിളികൾ കൂട്ടി കിടക്കുന്ന പോലെ എല്ലി കിടക്കും. ആരും വഴക്കുണ്ടാക്കിയായിട്ടോ പരാതി പറഞ്ഞോട്ടോ കരയുന്ന എല്ലാവരും എൻജോയ് ചെയ്തു. അതിലുപരി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സന്തോഷം നൽകിയെന്ന് ഞാൻ ബാലസംഘത്തിന് വന്നപ്പോൾ തൊട്ട് അങ്ങളെ കാണാൻ തുടങ്ങി, ആരെ കാണാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞുങ്ങൾക്കും ആ ഒരു ഭാഗ്യം ഇവിടെ വന്നപ്പോൾ ഉണ്ടായി. ഞങ്ങളിപ്പോഴേ 3ാമത്തെ തലമുറക്കാരെയാണ് സാർ. അത് വളരെ സന്തോഷം ഞങ്ങൾക്കും. കാരണം നമ്മള് അറിയാമല്ലോ ഇവിടുത്തെ ജീവിതം ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും തിരക്ക് പിടിച്ചൊരു ലൈഫും ജോലി കാര്യങ്ങളും ഇങ്ങനെ ഒരു 1-2 ദിവസം മാറ്റി വെക്കാൻ പറ്റിയത് തന്നെ ദൈവത്തിന്റെ ഒരു വളരെ അനുഗ്രഹമുണ്ട്. ഞങ്ങളാണേലും അനേക സ്ഥലങ്ങളിൽ വെച്ച് കണ്ട സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും വിവിധ പ്രായങ്ങളിൽ കണ്ടവർ, കൊച്ചിലെ കണ്ടവരുണ്ട്, അല്പം കൂടെ പ്രായമുള്ള സമയത്ത് കണ്ടവരുണ്ട്. അവരെല്ലാം ഇവിടെ വെച്ച് ഒരുമിച്ച് ഒന്ന് കണ്ട് ആ പരിചയവും സ്നേഹവും ഒക്കെ ഒന്ന് പുതുക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഞങ്ങൾക്ക് ഈ അവസരം ഫീൽ ചെയ്തത്. ഞങ്ങൾക്ക് സന്തോഷവും ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് തോന്നി നിങ്ങളുടെ പ്രസൻസും. ഇല്ല, ഞങ്ങള് നമ്മുടെ കെസിയായും ക്രിസ്റ്റിയും കൃപയും ഞങ്ങൾ ആദ്യമായിട്ട് അവരെ മലബാറിലെ കുറെ സ്ഥലത്ത് പേരെന്തുമായിരുന്നു, ഗൂഡല്ലൂര് മാക്കമൂലിലായിരുന്നു ആദ്യമേ ഗോപിനാഥൻ സഹോദരനും കുടുംബവും. അന്ന് ഇവർ ഇത്രയുമേ ഉള്ളൂ, ഈ രണ്ടുപേരും. അന്ന് പോലെ ഞങ്ങൾ ഇവരെ കാണുന്നു. ഇവിടെ വന്നപ്പോ ഇപ്പൊ ഏത് നിലയിലും അവര് എന്ന് പറഞ്ഞതുപോലെ ബിനുവിന്റെ അമ്മ എനിക്ക് സാധാരണ മെസ്സേജ് അയക്കും വാക്യങ്ങളും അത്. പക്ഷെ ഒരുമിച്ച് കണ്ട് പുള്ളിക്കാരത്തിന്റെ കൃപയൊന്നും കാണാൻ ഒന്നുണ്ടല്ലോ, കഴിവുകൾ ദൈവം കൊടുത്തത് കാണാനും ദൈവത്തെ സ്തുതിക്കാനും ഇടയാണ്. വളരെ സന്തോഷം. നമുക്ക് ഇതുപോലെ വരുന്ന വർഷങ്ങളിലും കാണാൻ സാധിക്കും. നിങ്ങൾ കൂടെ ഞങ്ങള് അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. മിൻറ്റോ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്യാമ്പിന് ആദ്യമായിട്ടാണ് അയർലൻഡിൽ വരുന്നത് തന്നെ. അയർലൻഡിലെ ക്യാമ്പ് ആദ്യമായിട്ടാണ്. അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? നല്ലൊരു ഇതാണ്. ഒന്നാമത്തെ കാര്യം, സഹോദരന്മാരെല്ലാവരും കൂടെ കൂടി ഒന്നിച്ച് കാണാനും സഹകരിക്കാനും പറ്റുന്നതായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതായിരിക്കുന്ന ഒന്നാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പരസ്പരം മനസ്സിലാക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു മീറ്റിംഗിൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചിട്ട് പോകത്തേ ഉള്ളൂ. എനിക്ക് ഞാനിവിടെ വന്ന് ഇത്രയും നേരം സംസാരിച്ചിട്ട് അജിബ്രദറിനെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കാനും കാര്യങ്ങൾ അറിയാം. എന്നെക്കുറിച്ചും അജിബ്രദറിനെ കുറച്ച് ഞാൻ പറഞ്ഞ പൊതുവിൽ ഓരോരുത്തരുമായിട്ടും നമുക്ക് കുറച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ആത്മീയമായിരിക്കുന്ന ബന്ധം പുലർത്താനായിട്ടും സ്ഥലമൊക്കെ നല്ല സ്ഥലമാണ്. കാര്യം നമ്മുടെ നാട്ടിലൊന്നും ലഭിക്കാത്തതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും 10-50 വർഷം പഴക്കമുള്ളതായിരിക്കുന്ന ഒരു ബിൽഡിങ്ങുകളൊക്കെ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് അവർ പോവുകയും അതിലൊന്നിച്ച് ഇങ്ങനെ കൂടാനായിട്ട് നാട്ടിലാണ് ഇതൊക്കെ മ്യൂസിയംസ് ആണ്. പിന്നെ അതൊക്കെ ഒരു വലിയ കാര്യമാണ്, വലിയ കാര്യം. അതുപോലെ തന്നെ പ്രകൃതിയോടുള്ള ബന്ധത്തിലാണെങ്കിലും പ്രകൃതി സൗന്ദര്യം ഇത്രയും ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ പറയാമായിരുന്നു, ഈ മരങ്ങളൊക്കെ തന്നെയാണെങ്കിൽ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കും. ഇവിടുത്തെ മരങ്ങളൊന്നും അത്ര പൊങ്ങുന്നൊന്നുമല്ല, എല്ലാം കുറ്റിച്ച് നിൽക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ ഇത്രയും പങ്കുവച്ച് വലുതായി ഇത്രയും വർഷങ്ങളായിരിക്കുന്ന വർഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് ഒന്നിച്ചായിരിക്കാനൊക്കെ വലിയ കാര്യമാണ്. വളരെ സന്തോഷം. ഈ വർഷം എനിക്കറിയാം കഴിഞ്ഞ വർഷം ഇത് ചെയ്യാൻ പറ്റിയില്ല, നമുക്കറിയാം സാഹചര്യങ്ങളൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഇതുവരെയുള്ള? ഓക്കെ, അതാണ് മോർ എക്സൈറ്റിംഗ് പാർട്ടല്ലേ. നമ്മുടെ എല്ലാം 2-3 പേരൻസ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു. നന്നായിരുന്നു. ഇതുവരെ നല്ല ക്ലൈമറ്റ് വെച്ച്. നമ്മുടെ അടുത്തൊരു ആള് നിവിൻ കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ്? ഇതുവരെ നിങ്ങളും വന്നു, ടീംസെ ഞങ്ങൾ മുന്നേ കണ്ടിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി ചലഞ്ചസ് ഫേസ് ചെയ്ത ഒരാളാണ് പ്രത്യേകിച്ച് നിവിൻ. പക്ഷേ ഗോഡ്സ് ഗ്രേസ് അതാണ് പറയാനുള്ളത്. ഇപ്പോഴും ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്.
ആദ്യമായിട്ടാണ് അയർലൻഡിൽ നാളെ ആയുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പിന് വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല അനുഭവം. കൂടുതലായിട്ട് നമ്മുടെ സഹോദരന്മാരെ കാണാനും വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും സാധിച്ചു. സ്പെഷ്യലി പിള്ളേർക്കും അതൊരു നല്ലൊരു സന്തോഷകരമായിരിക്കുന്ന അനുഭവമായിരുന്നു. ഈ ക്യാമ്പുണ്ടെന്ന് വെച്ചാൽ ആദ്യം തന്നെ വരണമെന്ന് വളരെ സന്തോഷമാണ്. താല്പര്യം കാണിക്കാൻ ആ കൂട്ടായ്മയുടെ ഊഷ്മളതയും സ്വീകാര്യതയാണ്. അതെനിക്ക് പോരായ്മ എന്നല്ല പറയുന്നത്. നമ്മളിപ്പോൾ ഈ വ്യക്തിഗതമാണ് ബൈബിൾ പഠിക്കുന്നതിനൊപ്പം തന്നെ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അതെ. പക്ഷേ എനിക്കൊരു സജഷനായിട്ടുള്ളത്, നമ്മൾ ഒരു നെക്സ്റ്റ് ലെവൽ ബൈബിൾ പഠനങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ ഒരു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാനല്ല, എനിക്ക് അടുത്ത വർഷം ആളുടെ ക്യാമ്പ് വരുന്നുള്ളൊരു വിചാരമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റില്ല, പക്ഷേ പ്രാവശ്യം എൻജോയ് ചെയ്തു. ഓക്കെ, ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാണാൻ കഴിഞ്ഞാലും. ഇങ്ങനെ നല്ല സമയമാണല്ലേ. അപ്പം അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണണം ഇതുപോലെ. ഓക്കെ ഓക്കെ. ഒരു പേരൻസ് വറി ചെയ്യേണ്ട ആവശ്യമില്ല പിള്ളേരുടെ കാര്യത്തിൽ. ഇപ്പം ഞാൻ ജോലി ചേച്ചി നോക്കുമ്പോൾ എല്ലാവർക്കും ഓടി നടന്ന് ഫുഡ് വാരി കൊടുക്കുന്നു അല്ലേ. ആർക്കും പിള്ളേരെ ഓർത്ത് ഒത്തിരി ബോധർ ചെയ്ത് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഒരു എൻജോയ്മെൻറ്റ് കിട്ടി. പിള്ളേർക്കും അതുപോലെ തന്നെ പിള്ളേർ അവരവരുടെ കാര്യം നോക്കി എല്ലാവരും ഗ്രൂപ്പായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് വീട്ടിൽ പോകണ്ട, അല്ലെങ്കിൽ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു. Very good. Yeah. Have you enjoyed? Yeah, I've enjoyed. Well, what is the most thing you have enjoyed a lot? The songs. The songs. They're Yeah, very wonderful. So there is lot of space for playing. Oh yeah. You got lot of kids, especially your age. I know not much people, much guys, but still you are enjoying, right? Yeah, I'm enjoying. Especially this year's camp. Very good. How do you feel so far? Are you enjoying? So how do you feel the place? Really nice. Nice. Are you looking forward for next year as well? Yeah. Well done. Very good. How about you girls? How do you feel so far? Good? Are you enjoying? What is the most exciting part here? Activities. What kind? Huh? Out to the kids part, of course. Yeah. ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ്. ഈ ക്യാമ്പിനെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ചത് ഇവിടെയുള്ള വിശ്വാസികളും ഒക്കെ കണ്ടപ്പോഴാണ്. വിശ്വാസികൾ നമ്മുടെ ഒപ്പം ഉള്ളത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ കൂടുതൽ വിശ്വാസികൾ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം വന്നു. മാത്രമല്ല ഈ ക്യാമ്പിൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കാം ആൻഡ് ക്വയറ്റാണ്. നമുക്ക് സ്വസ്ഥമായിട്ട് ധ്യാനിക്കാനും ദൈവത്തെ ശ്രദ്ധിക്കാനും പാട്ട് പാടാൻ പറ്റിയ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനൊരു ഒത്തുചേരലെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ആനന്ദകരമായിരുന്നു. ക്യാമ്പിൽ ഞാൻ തൃപ്തനാണ്, എനിക്ക് സന്തോഷമാണ്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ നമുക്ക് കൂടി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യം അതാണ്. അതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു മോശമായിട്ട് ഒന്നും തോന്നത്തില്ല. അതെല്ലാം ഒരു ആത്മീയമായ ഒരു കാഴ്ചപ്പാടിൽ ഒരു സന്തോഷമാണ്. നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അല്ലാതെ നല്ലതാണ്. നല്ല ഫെലോഷിപ്പ്, നല്ല ഫുഡ്. കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും സെപ്പറേറ്റ് ഇച്ചിരും കൂടെ അവരെ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ രീതിയിലും നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. കാണാൻ പറ്റി, ഒത്തിരി പേരെ കാണാനും മറ്റേ സന്തോഷമൊക്കെ അനുഭവിക്കാനും പറ്റി. നാട്ടിൽ ചെന്നൊരു പ്രതീതിയുണ്ട്. ചിന്തിക്കാവുന്ന കാര്യമാണ്. പിന്നെ എല്ലാവരുടെ ലീവും കാര്യങ്ങളുമാണ് ഒരു പ്രശ്നം. മുന്നോട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്ന കാര്യമാണ്. ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, താങ്ക് യു.
പ്രത്യേകിച്ച് നിങ്ങളായിരുന്നു ഞങ്ങളുടെ ഹൈലൈറ്റ് ഈ വട്ടം. ഞാൻ ഇവിടെ പിള്ളേരോടൊക്കെ സംസാരിക്കുകയാണ്, കുഞ്ഞു പിള്ളേരോട്. അവരോട് ചോദിച്ചാൽ എന്തായിരുന്നു നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ പിള്ളേർ പറയുക സിംഗിങ് സെഷനായിരുന്നു ഇഷ്ടപ്പെട്ടതാണ്. അപ്പം നമുക്കൊരു സന്തോഷം, കാരണം നമ്മുടെ ഒരു ബാക്ക് ബോണാണ് സഹോദരന്മാർ. അത് വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. കാരണം നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ, അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കാണാം. കാരണം പിള്ളേർ വരെ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കളിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു, ഫുട്ബോളുണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, അത് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഫേവറേറ്റ് അവർ പറഞ്ഞത് മ്യൂസിക് ആയിരുന്നതാണ്. അപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവാർഡാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്തത്? ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിൽ തന്നെ ഞാനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ഒത്തിരി പുതിയ കാര്യങ്ങൾ കാണുവാൻ കഴിഞ്ഞത്, പ്രത്യേകിച്ച് സിംഗിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയും അത് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. അതിൽ വളരെ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് നല്ലൊരു അതിന് പറ്റിയ ടീമിനെയും ദൈവം ഒരുക്കി തന്നു. അതുകൊണ്ട് പറ്റിയ ടീമുണ്ട്. പറ്റിയ ടീം, എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ അതിന് മുന്നോട്ടായ പ്രോഗ്രാമുകൾ, മുന്നോട്ട് പല പ്രോഗ്രാം വെച്ചാൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ പല സിംഗിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. വളരെ അനുഗ്രഹമായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. കാരണം ഇവിടെ അയർലൻഡിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നല്ല ഫെലോഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ക്യാമ്പ്. എല്ലാ വർഷവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുക എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വർഷത്തെ മീറ്റിങ്ങിന് ഞാൻ കൂടിയപ്പോഴും അന്ന് ഞാൻ കീബോർഡിൽ വായിച്ചായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഉറപ്പായിട്ട് ഒരു തീരുമാനം എടുത്തതാണ്, ഈ വർഷത്തെ മീറ്റിംഗ് കൂടിയേ തീരൂ. ഞാൻ കഴിഞ്ഞതിന് തന്നെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം പുതിയൊരു കൂടിവരവ്, പിന്നെയും കൂടുതൽ ആൾക്കാരെയൊക്കെ ഇവിടെ കാണാനും പരിചയപ്പെടുവാനും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും, പിന്നെ ഇൻഡോർ ആക്ടിവിറ്റീസ് മാത്രമല്ല, ഞാൻ ഔട്ട്ഡോർ ആണെങ്കിൽ ഫണ്ണും ക്രിക്കറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ എല്ലാം വേറെ ഒരു ഫീലായിരുന്നു. അപ്പം പ്രത്യേകിച്ച് ആത്മീയമായിട്ട് വളരുവാനും എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് ഈ ക്യാമ്പ് ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഇനി ഇതുപോലെ അടുത്ത വർഷം ക്യാമ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂടുന്നതായിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് അയർലൻഡിലോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇനി ഞാൻ നാട്ടിലൊക്കെ കുറച്ച് STSൻ്റെ മീറ്റിങ്ങിലൊക്കെ എനിക്ക് പാടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇനി അതൊക്കെ എങ്ങനെ ആകും, ഇനി എനിക്കത് പറ്റത്തില്ല എന്നൊക്കെയുള്ള അങ്ങനത്തെയൊക്കെയുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം ഇവിടെയും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വന്നപ്പോൾ തൊട്ടേ മിൻഡോസനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതുപോലെ ആനുവൽ ക്യാമ്പ് ഉണ്ട്, നമുക്ക് ഇവിടെ ഇങ്ങനെ സമ്മർ ക്യാമ്പ് ഉണ്ടെന്ന്. അന്നോട്ടേ വരണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ഓഫൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ദൈവം അനുവദിച്ച് തരാൻ. ഈ പ്രാവശ്യം ശരിക്കും ഈ ക്യാമ്പ് സ്റ്റെഫിയുടെ കൂടെ ഒരുമിച്ച് ഈ ക്യാമ്പിൽ വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല നമുക്ക് ഗാനങ്ങൾ ആലപിക്കുവാനും വചനത്തിൽ നിന്ന് കേൾക്കുവാനും, പ്രത്യേകിച്ച് ഇന്ന് നമുക്കിന്ന് ബിൻസാൻ്റെ പപ്പയുടെ വചനത്തിൽ നിന്നൊക്കെ കേൾക്കുവാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കില്ല. ഇപ്പം നമ്മൾ ഓൺലൈനിൽ ബൈബിൾ സ്റ്റഡി വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഡ്യൂട്ടി കാരണം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങൾ ശരിക്കും നമുക്ക് ഭയങ്കര പ്രയോജനമാണ്. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും കൂടുതലായിട്ട് പരിചയപ്പെടുവാനും ഒക്കെ സഹായിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു ഫീലിംഗ്. മ്യൂസിക്കൊക്കെ ഇവർ ഇവിടെ വന്നിട്ടല്ലേ പ്രാക്ടീസ് ചെയ്തത്. അത് അപ്പം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പാടുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ മാർഗങ്ങളിലൂടെ വേറെ ലെവലിലേക്ക് എത്താൻ പറ്റും. എൻ്റെ ഫസ്റ്റ് ക്യാമ്പാണ് ഇവിടെ ഡബ്ലിനിൽ വന്നിട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാമ്പ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ മിസ്സായി പോയി. അതിപ്പോൾ ഞാൻ ഓർത്ത് വെറി ചെയ്യുന്നു. കാരണം ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. എല്ലാവരും പറയുമായിരുന്നു, പക്ഷെ ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. മെസ്സേജ് ആണെങ്കിലും സിംഗിങ് സെഷനൊക്കെ ഞങ്ങൾ പ്രാക്ടീസൊക്കെ എൻജോയ് ചെയ്തായിരുന്നു ഓരോ സെഷനും. പിന്നെ ഗെയിംസും എല്ലാം കുറേ ആൾക്കാരെ പരിചയപ്പെടുവാനും. ഈ വർഷം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാനും ഒരു റൺ എടുക്കാനും ഒക്കെ സാധിച്ചു. ഒരു ഫാമിലി പോലെ നമ്മൾ നാട്ടിലെ പാരൻസിനെയൊക്കെ മിസ് ചെയ്തിരിക്കും. നമുക്ക് എല്ലാവരും ഇവിടെ ഉള്ള ഒരു ഫാമിലി പോലെയാണ് നമുക്ക് നന്നായി എൻജോയ് ചെയ്തായിരുന്നു. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റെഫി? എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അയർലൻഡിൽ വന്നിട്ട്. വളരെ നല്ലതായിരുന്നു. ഇത് എല്ലാവരും കൂടെ പോയത് പാട്ട് പാടാൻ പറ്റി. വളരെ സന്തോഷം. അടുത്ത വർഷവും എനിക്ക് അറ്റൻഡ് ചെയ്യണം എന്നൊരു ഫീല് തോന്നുന്നുണ്ടോ?